വെൽക്കം ടു മൂവി ബ്രാൻഡ്. നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ. 2001 AK ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീര വെള്ളിത്തിരയിലെത്തിയത്. പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളിലും സജീവ സാന്നിധ്യമാകുകയായിരുന്നു. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീര അധികവും ചെയ്തിരുന്നത്. കസ്തൂരിമാൻ, പാടമൊന്നൊരു വിലാപം, പെരുമഴക്കാലം, അച്ചുവിന്റെ അമ്മ എന്നിങ്ങനെ മീരയുടെ മിക്ക ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ മീര ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങൾ പങ്കുവച്ചെത്താറുണ്ട്. ഇപ്പോഴത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലും സജീവമാകുകയാണ് മീര ജാസ്മിൻ. ക്യൂൻ എലിസബത്ത് ആണ് മീരയുടെ പുതിയ ചിത്രം. ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് മീര ഇപ്പോൾ. അതിനിടെ തന്റെ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് മീര ജാസ്മിൻ. പക്വതയൊക്കെ വന്നെങ്കിലും താൻ ഇപ്പോഴും കുട്ടിയെ പോലെയാണെന്നും ഡിപ്പെൻഡായി നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മീര പറയുന്നു. എന്റെ ജീവിതത്തിൽ ചില വ്യക്തികളുണ്ട്, എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ചില ആളുകളുണ്ട്. അവർ വിഷമിച്ചാൽ എനിക്ക് വിഷമം വരും. അവർ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാണ്. അങ്ങനെ ഒരാളാണ് ഞാൻ. സിനിമയിൽ വന്നതിൽ നിന്നും ഞാൻ ഇന്ന് ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ട്. വളരെ നല്ലൊരു പൊസിഷനിലാണ് ഞാൻ ഇന്ന്. അന്ന് ഞാൻ ഒരു പാവമായിരുന്നു. ജീവിതം ഒരുപാട് കാണാൻ കിടക്കുന്ന ഒരാൾ. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. നല്ലതും ചീത്തയും ഒക്കെ ജീവിതത്തിലുണ്ടായി. അന്ന് എനിക്ക് കുട്ടിയുടെ മനോഭാവമായിരുന്നു. ഇന്നതിൽ മാറ്റമുണ്ടെങ്കിലും ഞാനൊരു കുട്ടിയെ പോലെ തന്നെയാണ്. പക്വതയുണ്ട്, എന്നാൽ കുട്ടിയുമാണ്. അങ്ങനെ ഒരു ബാലൻസിലാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനൊരു ദീർഘശ്വാസം എടുക്കും. എന്നിട്ട് സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കും. എന്നെ സംബന്ധിച്ച് പാട്ടൊരു സമാധാനത്തിലുള്ള മാർഗമാണ്. ആരും കേൾക്കാതെ പാടുകയൊക്കെ ചെയ്യും എന്ന് മീര ജാസ്മിൻ പറയുന്നു. സ്വന്തം കാലിൽ നിൽക്കുമ്പോഴും എവിടെയെങ്കിലും ചാരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും മീര ജാസ്മിൻ അഭിമുഖത്തിൽ പറഞ്ഞു. ഇൻഡിപെൻഡന്റ് ആണ്, സെൽഫ് മെയ്ഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ആരുടെയെങ്കിലും തോളിൽ ചാരാൻ പ്രശ്നമൊന്നുമില്ല. എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് ആരെന്നും വേണ്ട, ഒറ്റത്തടിയായി നടക്കാനാണ് ഇഷ്ടം. അങ്ങനെയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ അല്പം അഫെക്ഷനേറ്റ് ഒക്കെയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ചാരാനും ഇഷ്ടമാണ്. നല്ല സൗഹൃദങ്ങളല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പിന്തുണ, എല്ലാം ഷെയർ ചെയ്യാൻ ഒരു സുഹൃത്ത്, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വളരെ ഹെമിനൈൻ ആയ വ്യക്തിയാണ്. അതേസമയം തന്നെ ഡിപ്പെൻഡായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾ കൂടിയാണ്. അതെനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് മീര ജാസ്മിൻ വ്യക്തമാക്കി. ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ചും നടി സംസാരിച്ചു. പണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായ ദേഷ്യം വരുമായിരുന്നു. ഇന്ന് അതൊക്കെ കൺട്രോൾഡ് ആണ്. അതിന് കാരണം എന്റെ ലൈഫ് സ്റ്റൈൽ മാറിയതാണ്. ഫുഡ് ഹാബിറ്റ്സ് എല്ലാം മാറി. അതൊക്കെ പ്രധാന ഘടകമാണ്. ദേഷ്യവും വിഷമവും ഒക്കെ വരുമെങ്കിൽ അതിനെ എല്ലാം മാനേജ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വിടും. ഒരു സ്ഥലത്തും വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിനോട് താല്പര്യമില്ല. അതും സഹായിക്കാറുണ്ടെന്നും മീര കൂട്ടിച്ചേർത്തു. ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളല്ല താനെന്നും മീര ജാസ്മിൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ആ ഒരു ഫ്ലോവിൽ അങ്ങ് പോകുന്ന ആളാണ്. ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് ആ ഒഴുക്കിൽ അങ്ങ് പോകും. ഞാനൊന്നും ഭയങ്കരമായി പ്ലാൻ ചെയ്യുന്ന ആളല്ല. ജീവിതത്തിലെ ഒരു നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുവരെ ഞാൻ ഹാപ്പിയാണ് എന്നും മീര പറയുന്നു. കരിയറിലും വ്യക്തിജീവിതത്തിലും വിവാദങ്ങളിലൂടെ കടന്നുപോയിരുന്ന താരം ഇപ്പോൾ 41 എത്തി നിൽക്കുന്നു. ഒരു സാധാരണ യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് വന്ന ആളാണ് താനെന്നും 2-3 സിനിമ കഴിഞ്ഞ് ഡോക്ടർ ആവണമെന്നായിരുന്നു വിചാരിച്ചതെന്നുമാണ് മീര തുറന്നു പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സിനിമാ മേഖല ഇഷ്ടപ്പെട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും തന്റെ പേരിൽ ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയെന്നും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ഥലം വെറുക്കാൻ തുടങ്ങിയെന്നും മീര ജാസ്മിൻ പറഞ്ഞു.